ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുള. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുന്നത്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതിൻ്റെ തൊട്ട് ഓവർ തിങ്കിങ് എന്താണെന്ന് അനുഭവിക്കാത്ത ആരും തന്നെ ഉണ്ടായെന്നിരിക്കില്ല, അല്ലേ? എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവർ തിങ്കിങ്ങും ഞാനും തമ്മിൽ ഒരു സിബ്ലിങ്സ് റിലേഷനാണുള്ളത്. ചില സമയത്ത് ഭയങ്കര അടുപ്പത്തിലായിരിക്കും, ചില സമയത്ത് ഭയങ്കര വഴക്കായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഒന്നാമത്തെ എപ്പിസോഡായിരിക്കും ഈ ഒരു സീരീസിലെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ്. ഒരുപാട് സീരിയസ് ആയോ എന്നൊരു സംശയം, അല്ലേ? എല്ലാ കുട്ടികളുടെയും അല്ലെങ്കിൽ ഒരു ടീനേജ് പ്രായത്തിലൂടെ കടന്നു പോകുന്ന പിള്ളേരുടെയും അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് പ്രായമുള്ള എൻ്റെ ഏജുള്ള ആൾക്കാരും ഒരുപാട് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഓവർ തിങ്കിങ്. അപ്പം ഞാൻ ഓവർ തിങ്കിങ് അനുഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഓവർ തിങ്കിങ് എന്നുള്ളൊരു സാധനം വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണെന്നാണ്. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ ചില സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓവർ തിങ്കേഴ്സിന് മുൻകൂട്ടി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് മുന്നേ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിൻ്റെ നടക്കാൻ സാധ്യതയുള്ള എല്ലാ റിസ്കുകളും കണ്ടുപിടിച്ച് അരച്ച് കലക്കി അതിനി എന്തൊക്കെ പ്രശ്നങ്ങൾ വരാവോ, എന്തൊക്കെ ലൂപ്പ് ഹോൾസ് വരാവോ, ഇതെല്ലാം കണ്ടുപിടിക്കലാണല്ലോ ഓവർ തിങ്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഓവർ തിങ്കിങ് പ്രശ്നമാവുന്ന എപ്പോഴാണ്? എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം. ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒരു എക്സാം എഴുതിയിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പം ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു തെറ്റ് ഞാൻ എൻ്റെ എക്സാം പേപ്പറിൽ വരുത്തിയിരിക്കട്ടെ. അപ്പം ഒരു 3 years 4 years ബാക്കൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത എക്സാമിന് പഠിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. അയ്യോ, എനിക്ക് അവിടെ മാർക്ക് പോയല്ലോ. അപ്പം വെളിയിൽ നിന്ന് കാണുന്നവർക്ക് ഈ കുട്ടി കുറച്ച് ഓവർ ആക്ട് ചെയ്യുകയാണല്ലോ, ഇതെന്താണ് എന്നുള്ള രീതിയിലായിരിക്കും അവരെന്നെ കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു ഓവർ തിങ്കിങ് വരാനുണ്ടായ കാരണത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എക്സ്ട്രീമായിട്ട് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉള്ളവരിലാണ് യഥാർത്ഥത്തിൽ ഈ ഓവർ തിങ്കിങ് ഉള്ളത്. അല്ലെങ്കിൽ ഒരുപാട് ട്രോമാസ് അനുഭവിച്ച് അല്ലെങ്കിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരിലായിരിക്കും എസ്പെഷ്യലി ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് നമ്മൾ ഒരു മനോഹരമായൊരു പേരൊക്കെ നൽകിക്കൊണ്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു സാധനം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. വളരെ നാച്ചുറലായിട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വരുന്ന, അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് എല്ലാ പ്രായക്കാരിലുള്ള ആൾക്കാരും ഇത് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും എന്നുവെച്ചാൽ നമ്മൾ നോർമലായൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണല്ലോ വരാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ മുൻപേ ചിന്തിച്ച് കൂട്ടുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഈ ഒരു ജനറേഷനിലാണെന്ന് തോന്നുന്നു ഈ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു കമൻറ്റ് സെക്ഷൻ എടുത്താലും എല്ലാവരും പറയുന്നതൊക്കെ ഓവർ തിങ്കിങ് എന്നെയും കൊണ്ടേ പോകാനുള്ളതെന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒരു പരിധി വരെയൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇതൊരു പ്രശ്നമായി മാറുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ഇത് ബാധിച്ച് വരുമ്പോഴാണ്. അതായത് ഇപ്പം അവിടെയും ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണ്. അതായത് ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്ലൈറ്റസ്റ്റ് ആയിട്ടൊരു ചെറുതായിട്ടൊരു ഒപ്പീനിയൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ അടുത്ത് പറയുകയാണ്. അതെൻ്റെ പൊളിറ്റിക്കൽ വ്യൂസിനോടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡിയോളജിയുമായിട്ടോ ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തൊട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങും, ഇങ്ങനൊരാളായിരുന്നു ഇത്. മനസ്സിലായോ? അത് യഥാർത്ഥത്തിൽ ഒരു ജഡ്ജ്മെൻ്റൽ ക്യാരക്ടറാണെന്ന് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിലൊരു ജഡ്ജ്മെൻറ്റോടു കൂടിയാണ് അതിനെ നമ്മൾ, അല്ലെങ്കിൽ ഞാൻ അതിനെ കാണുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊരാളെ ഇന്നൊരു ജഡ്ജ് ചെയ്തേക്കാം എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതല്ലോ. ഇപ്പം എൻ്റെ ഐഡിയോളജിയുമായിട്ട് നിരക്കാത്ത ഒരു ആശയം ആര് പറഞ്ഞാലും ഞാൻ ആ ഒരു ഒപ്പീനിയൻ്റെ ബേസിൽ ഞാൻ അയാളെ കാണും. അതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അയാൾ പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ചായിരിക്കും ഞാൻ ജഡ്ജ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ഓവർ തിങ്കിങ്. അപ്പം അങ്ങനെ ഒരു കാര്യം എൻ്റെ കൂട്ടുകാരി പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് പുള്ളിക്കാരി അല്ലെങ്കിൽ അവനോ അവളോ എൻ്റെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, പിന്നീട്
ഈ കുട്ടികൾ തന്നെ എൻ്റെ അടുത്ത് ഇതേ കാര്യത്തിൽ വേറൊരു ഒപ്പീനിയൻ പറയുകയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പോസ്റ്റിന് ഇവർ കമൻ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇതെന്താണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ ഇതിനെക്കാട്ടിൽ എല്ലാവർക്കും കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരാൾ നമുക്ക് മെസ്സേജ് അയക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പം നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ കാണും, അയാൾ ഇങ്ങനെയായിരിക്കും മെസ്സേജ് തിരിച്ച് റിപ്ലൈ ചെയ്യുന്നുണ്ടാവാന്ന്. അപ്പം എനിക്കിത് ഒരുപാട് വട്ടം പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിപ്പം എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾക്ക് ഞാൻ മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക്, വളരെ ക്ലോസ് സർക്കിളിലുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അയാൾക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഹലോ സുഖമാണോ, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് റിപ്ലൈ ആയിട്ട് വന്നത് ഒരേ ഒരു ആൽഫബറ്റാണ്, വിച്ച് ഇസ് M. എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ആ സമയം തൊട്ട് ഞാനായിരുന്നു ആലോചിക്കുക, ഞാൻ എന്തെങ്കിലും ചെയ്തോ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വിഷമമാണ്. എന്നാൽ ഞാൻ ആകെ ചോദിച്ചു എന്താക്കി സുഖമാണോ, എന്തുണ്ട് വിശേഷം എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പം തൊട്ട് ഞാനിരുന്ന് ചിന്തിക്കുക, ഞാൻ എന്തെങ്കിലും ചെയ്തോ, ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞോ. ചിന്തിച്ച് നമ്മുടെ ഫുഡ് കഴിക്കുന്നതിനെയും ഉറക്കത്തിനെയും കെടുത്താനുള്ള ഒരു പവർ വരെ ഈ പറയുന്ന എമ്മിനുണ്ട്. ഇതായിരിക്കും കുറച്ചും കൂടെ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആണ് കേട്ടോ, എനിക്കിതൊരു ഇച്ചിരി കൂടുതലാണ് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങനെ അതിനെ ഒരു നെഗറ്റീവ് കാര്യമായിട്ട് എടുക്കാതെ അതിനെ ഒരു പോസിറ്റീവ് രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്ന് പറഞ്ഞാൽ അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ആ പരിധിയിൽ നിർത്താൻ നിങ്ങൾ പഠിക്കുക. അപ്പം ഞാൻ പറയുന്നത് ഓവർ തിങ്കിങ് ഒരു പരിധി വരെയൊക്കെ നല്ലതാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാൾ എത്രക്കാരനാണെന്ന് നമുക്കൊരു മുൻകൂട്ടി ഒരു ധാരണയോടുകൂടി നമ്മൾ അയാളുടെ സംസാരിക്കാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് പറ്റില്ല. കാരണം അയാൾ നല്ലവനാണോ ചീത്ത ആൾക്കാരാണോ, പ്രത്യേകിച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളവർക്ക് എന്നെ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിടാതെ നമ്മൾ അതിനെയൊന്നും ചിന്തിക്കുകയും അനലൈസ് ചെയ്യുകയും ഒക്കെ, ഇങ്ങനെ ആയിരിക്കുമോ, ഇങ്ങനെയാണെങ്കിലോ, ഇനി ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമായോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം നിങ്ങളാരെങ്കിലും ഓവറായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇത് വളരെ നോർമലാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് ജെല്ലായിട്ട് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഓവർ തിങ്കിങ് അല്ലേ. ഒരു മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് അതിന് വരുന്ന റിപ്ലൈ, ഇനി എന്തിനേറെ പറയുന്നത്, നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽ അയച്ചു കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ റീൽ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ റീലിന് വരുന്ന റിയാക്ഷൻ വെച്ച് ഓവർ തിങ്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ ചിലർക്കൊക്കെ റീൽ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് റീൽ അയക്കാറുണ്ട്. അപ്പോൾ അയക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ഇതിന് റിയാക്ഷൻ ഒന്നും കൊടുക്കത്തില്ല. ചിലപ്പം കണ്ട് കാണും, പക്ഷേ റിയാക്ഷൻ കൊടുത്താൽ മറന്നു. അപ്പോൾ അവർ പറയും, ഞാൻ എന്തിനാണ് ഇതൊക്കെ അയക്കുന്നത്, ഞാൻ ഇനി തൊട്ട് നിനക്ക് ആ റീൽ അയക്കില്ല. ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ ശരിയാണ്, ഞാൻ അയക്കുന്ന റീലിനൊന്നും റിയാക്ഷൻ തരുന്നില്ല. അപ്പം അതും ഒരു പാർട്ട് ഓഫ് ഓവർ തിങ്കിങ് ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓവർ തിങ്കിങ് ഒരിക്കലും ഒരു പ്രശ്നമല്ല. ഒരു പരിധി വരെ ഓവർ തിങ്കിങ് നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷേ അത് പ്രശ്നമാവുന്നത് നമ്മളത് മറ്റുള്ളവർക്ക് വിഷമമാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വരെ ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഓവർ തിങ്കിങ് മാറുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസും എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതും, അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസോ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗായത്രി കല്ലുള ചാറ്റോ. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനല്ല, ഹലോ. അപ്പം അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അങ്ങനെ വേണ്ട, കാണുന്നവരെ അല്ലെങ്കിൽ അത് വേണ്ട ഒന്നുകൂടെ അങ്ങനെയല്ല. എന്താണിത്, ആവി എടുക്കുന്നു.